സന്തോഷത്തോടെയല്ല സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. ടേം വ്യവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് സിദ്ധരാമയ്യ മാറിയത്. മാറില്ല എന്ന് അവസാന നിമിഷം വരെ വാശി പിടിച്ചിരുന്ന സിദ്ധരാമയ്യയെ അവസാനം DK ശിവകുമാറും ശിവകുമാറിന്റെ അനുയായികളും കൂടെ സിദ്ധരാമയ്യയെ ഓട്ടിക്കുകയായിരുന്നു. ഹൈക്കമാൻഡിലേക്ക് വലിയ രീതിയിൽ കത്തുകൾ അയക്കുകയും ഹൈക്കമാൻഡിനെ ഫോൺ വിളിച്ച് തന്നെ DK ശിവകുമാർ പറഞ്ഞു, മാറണം, മാറിയില്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നിങ്ങൾ കാണുമെന്ന് രാഹുലിനെയും മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ DK ശിവകുമാർ ഒന്ന് ഭീഷണിപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം കൈവിട്ടു പോകുമെന്ന് അവസാന ഘട്ടത്തിൽ എത്തിയതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും നേരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. എന്നിട്ടും സിദ്ധരാമയ്യയ്ക്ക് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന പരമേശ്വരജിയെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു അവസാന നിമിഷം വരെ സിദ്ധരാമയ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ടേം വ്യവസ്ഥ നേരത്തെ തന്നെ കൽപ്പിച്ചതുകൊണ്ടും സിദ്ധരാമയ്യയെ ഒരു 2-2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയതിനു ശേഷം അടുത്ത ടേമിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഹൈക്കമാൻഡ് നിന്നത്. അങ്ങനെയായിരുന്നു പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ഇനി വേറെ ആരെയും കൊണ്ടിരുത്തിയാൽ അത് വലിയൊരു പ്രശ്നമാവും. നിലവിലിപ്പോൾ സിദ്ധരാമയ്യ പുറത്തിരുന്നു കൊണ്ട് DK ശിവകുമാറിന്റെ മന്ത്രിസഭയിലുള്ള മറ്റ് മന്ത്രിമാരുമായിട്ട് മറ്റു മന്ത്രിമാരെ ഒന്ന് വലവീശി പിടിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത്തിന് ശേഷം ഓരോ മന്ത്രിമാർക്കും ഓരോ വകുപ്പുകൾ കൊടുത്തിരുന്നു. ഇപ്പോൾ സിദ്ധരാമയ്യ പുറത്തിരുന്നു കൊണ്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് ഈ വകുപ്പാണോ, അത് വളരെ മോശമായി പോയി, നിങ്ങൾ വലിയ പാർട്ടിയിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയല്ലേ, അപ്പോൾ സുപ്രധാനമായ ഒരു വകുപ്പുകളല്ലേ കിട്ടേണ്ടത്, അല്ലാതെ ഇതുപോലത്തെ ചെറിയ വകുപ്പുകളാണോ കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മന്ത്രിമാരുടെ മനസ്സൊന്ന് ഇളക്കുന്ന രീതിയിലേക്ക് സിദ്ധരാമയ്യ എത്തിയിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ DK ശിവകുമാറിന് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് കർണാടകയിൽ മന്ത്രിസഭാ വകുപ്പിന്റെ വിഭജനത്തെ ചൊല്ലി അങ്ങനെയാണ് കർണാടകയിൽ ഈ പുതിയ മന്ത്രിസഭാ വകുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ മറനീക്കി പുറത്തു വന്നത്. ഇപ്പോൾ അതെല്ലാം ഒരു സമവായത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് സിദ്ധരാമയ്യയുടെ പണി ഇവിടെ ഏറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് ലഭിച്ച വകുപ്പിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന നേതാവായ രാമലിംഗ റെഡ്ഡി വാട്സപ്പ് വഴി DK ശിവകുമാറിന് രാജിക്കത്ത് നൽകിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ കാണുന്ന വഴിവെച്ചത്. എന്നാൽ റെഡ്ഡിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെന്നും DK ശിവകുമാർ ഇപ്പോൾ പറയുകയാണ്. റെഡ്ഡിക്ക് പുറമെ KH മുനിയപ്പ ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും തങ്ങളുടെ വകുപ്പുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ചർച്ച നടത്തി അവർക്ക് അനുയോജ്യമാകുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന വകുപ്പുകൾ നൽകാൻ DK ശിവകുമാർ ഇപ്പോൾ ഒരു നീക്കം നടത്തുകയാണ്. കൂടാതെ മന്ത്രിസഭയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്തത് വളരെ രീതിയിലൊരു വിമർശനം ഉയർന്നിരുന്നു. അത് അടുത്ത മന്ത്രിസഭാ വികസനത്തിനിടെ അത് പരിഹരിക്കാം എന്നാണ് ഇപ്പോൾ DK ശിവകുമാർ ഒരു വാക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എല്ലാം എത്തിയിട്ടുണ്ട്. അതിന്മേൽ ഇപ്പോൾ ഒരു രാജിയും ഇല്ല എന്ന നിലയിലേക്ക് മറ്റു മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അധികാരത്തിലേറി 4 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡിലൂടെയാണ് DK മന്ത്രിസഭ ഇപ്പോൾ കടന്നു പോകുന്നത്. പുതിയ ഭരണകൂടത്തിന് വലിയ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് മുതിർന്ന നേതാവ് രാമലിംഗ റെഡ്ഡി DK ശിവകുമാർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചുകൊണ്ടൊരു കത്തൊക്കെ നൽകിയിരുന്നു. പക്ഷെ ആ രാജിക്കത്ത് ഇപ്പോൾ ഉടനെ പിൻവലിക്കും. തനിക്ക് ബംഗളൂരു വികസന വകുപ്പാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജലസേചന വകുപ്പാണ് നൽകിയത് എന്നായിരുന്നു റെഡ്ഡിയുടെ ആരോപണം. വാട്സപ്പിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തന്റെ രാജിക്കത്ത് അയച്ചു നൽകിയത്. റെഡ്ഡി തന്റെ രാജി വാട്സപ്പിലൂടെ അയച്ചതായി മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജിയോട് പ്രതികരിച്ച ശിവകുമാർ റെഡ്ഡി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് വിശേഷിപ്പിക്കുകയും മുതിർന്ന നേതാവുമായി സംസാരിച്ച് പ്രശ്നമെല്ലാം പരിഹരിക്കുമെന്ന് DK പറയുകയാണ് ചെയ്തത്. രാജിക്ക് പിന്നാലെ വെള്ളിയാഴ്ച രാത്രി ശിവകുമാർ രാമലിംഗ റെഡ്ഡിയുമായി 2 മണിക്കൂർ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളർന്നുവരുന്ന രാഷ്ട്രീയ ഭിന്നത പരിഹരിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമമായാണ് ഈ രാത്രികാല ചർച്ചകൾ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം എന്റെ സുഹൃത്താണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, അനാവശ്യ കഥകൾ മെനയരുത്, അവയെല്ലാം പൊളിഞ്ഞു പോകും എന്നാണ് DK പറഞ്ഞത്. അദ്ദേഹം വാട്സപ്പിലൂടെയാണ് രാജിവെച്ചത്. അപ്പോൾ രാജിക്കത്ത് അയച്ചത്. ഇനി വരും ദിവസങ്ങളിൽ വാട്സപ്പിലൂടെ കൂടി തന്നെ എന്നെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്തും കൂടെ അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒത്തുതീർപ്പിലായിരിക്കുന്നു. DK ശിവകുമാർ പറഞ്ഞിരിക്കുകയാണ്, രാമലിംഗ റെഡ്ഡിയുടെ രാജി പുതിയ സർക്കാരിനുള്ളിൽ വലിയൊരു കൊടുങ്കാറ്റിന് കാരണമായിട്ടുണ്ട്. കൂടുതൽ മന്ത്രിമാർ തങ്ങൾക്ക് ലഭിച്ച വകുപ്പുകളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. മന്ത്രി KH മുനിയപ്പ തനിക്ക് അനുവദിച്ച വകുപ്പുകളിലുള്ള അതൃപ്തി പരസ്യമായി
പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ലഭിച്ച മുനിയപ്പ താൻ ഏറ്റവും മുതിർന്ന നേതാവായതിനാൽ കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പ് അറിയിക്കുന്നുണ്ട് എന്നാണ് പ്രതികരിച്ചത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇത് സിദ്ധരാമയ്യയുടെ ഒരു കളിയാണ് കളിച്ചത്. അതായത് നിങ്ങളൊക്കെ മുതിർന്ന നേതാക്കന്മാരല്ലേ, അപ്പോൾ ഈ ചെറിയ ചെറിയ വകുപ്പുകളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യയുടെ കുറെ ടീമുകളും ഈ DK ശിവകുമാറിന്റെ മന്ത്രിമാരെ ഇളക്കി വിടുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വകുപ്പ് തനിക്ക് നൽകണമെന്ന് നേതൃത്വത്തോടും രാഹുൽ ഗാന്ധിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് നിലനിർത്തിയ മന്ത്രി സതീഷ് ജാർക്കിഹോളി തനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം കൂടി വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചതായും അറിയുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തു തന്നെയായാലും താൻ അംഗീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ വനിതാ മന്ത്രിമാരല്ലാത്തതിലും DK ശിവകുമാർ വിമർശനം നേരിടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു വനിതാ മന്ത്രിയെ പോലും ഉൾപ്പെടുത്താത്തതിൽ നിരാശയുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാർഗരറ്റ് ആൽവ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു അഴിച്ചുപണി DK ശിവകുമാറിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകും. ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രി, അതായത് ഒരു വനിതാ മന്ത്രി അല്ലെങ്കിൽ 2 വനിതാ മന്ത്രിയെങ്കിലും DK ശിവകുമാർ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ പിന്നെ ഈ ഇടഞ്ഞു നിൽക്കുന്ന റെഡ്ഡി, അതിപ്പോൾ DK ശിവകുമാർ ഇന്നലെയോടുകൂടി തന്നെ സംസാരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സിദ്ധരാമയ്യ ഇതിനെ മൊത്തത്തിലൊന്ന് തകർത്ത് അലങ്കോലമാക്കി ഒരു അവിയൽ പരുവമാക്കാനാണ് സിദ്ധരാമയ്യ ശ്രമിച്ചത്. പക്ഷേ DK ശിവകുമാറിന് സിദ്ധരാമയ്യയുടെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാം അതീവ 1, 2, 3 തവണ ആലോചിച്ചതിന് ശേഷമാണ് സിദ്ധരാമയ്യയുടെ ഈ കളി DK ശിവകുമാർ ഓരോ തവണയും പൊളിച്ചടുക്കുന്നത്.